ബഹുമാനരായ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. കുറേയേറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ അടുക്കൽ എത്തുന്നത്. തിരക്കിട്ട ശുശ്രൂഷ യാത്രകൾ കാരണം പലപ്പോഴും അതിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരിൽ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ആയതിനാൽ എനിക്ക് ആദ്യം തന്നെ ഒരു അപേക്ഷയുള്ളത്, ഈ വീഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്നേഹിതർക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം, ഫോർവേഡ് ചെയ്യണം. അത്രമാത്രം അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. ഞാനൊരു മിഷണറിയാണ്. 1989 മുതൽ ഉത്തരേന്ത്യയിൽ പാർക്കുന്ന ഒരു മിഷണറിയാണ് ഞാൻ. കർത്താവിൻ്റെ കൃപ ഇതുവരെ അനുഭവിച്ചു. പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ കർത്താവ് പിടിച്ചു നിർത്തി. സകല മഹത്വവും കർത്താവിനെ ഞാൻ അർപ്പിക്കുക. ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുന്നു. ഞാൻ പറയുവാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം, ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, വിദ്യാസമ്പന്നരായ നമ്മുടെ കുഞ്ഞുങ്ങൾ, വളരെ അർപ്പണ ബോധമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ രാജ്യം വിട്ടിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഠനാർത്ഥം, ജോലിക്ക് വേണ്ടിയൊക്കെ. ഈ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ സംസാരിച്ചാൽ അവർ പറയുന്നത് ഇന്ത്യയിൽ അവസരങ്ങളൊന്നുമില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ അവർ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഒരു മിഷണറിയായി എൻ്റെ ഹൃദയത്തിൽ ഇതാഴത്തിൽ സ്വാധീനിച്ചത്, ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും പോയാൽ നാളത്തെ സഭയെ ആര് നടത്തും? ഭാരതമെന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, മിഷൻ ഫീൽഡിനെ ആര് സുവിശേഷീകരിക്കും? ലക്ഷോപലക്ഷം ഗ്രാമങ്ങളിൽ കോടാനുകോടി ജനങ്ങൾ രക്ഷകൻ ആരാണ്, പാപമോചകൻ ആരാണെന്ന് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പം അവിടെ ആര് പോകും? ഇതെന്നെ വളരെ ആഴത്തിൽ എൻ്റെ ഹൃദയത്തിൽ സ്വാധീനിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ ഒരു വലിയ ഭാരം പരിശുദ്ധാത്മാവിനിൽ ഇട്ടതുകൊണ്ട് ഞാൻ പോകുന്നിടത്തൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പല കുഞ്ഞുങ്ങൾക്കും ഇന്ത്യയിൽ നിൽക്കണമെന്നും അവർക്ക് നല്ല ജോലിയോ നല്ല ബിസിനസ്സോ ചെയ്ത് ഇന്ത്യയിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കണമെന്ന് വളരെ അതിയായ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. അല്ലെ, കുഞ്ഞെ ഇവിടെ നിൽക്ക്, ഇവിടെ നിനക്ക് അവസരങ്ങളുണ്ട്, ഞാൻ അവസരങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാൻ ആരുമില്ല. ഏറിയ പങ്കും പാസ്റ്റേഴ്സും ആ കുഞ്ഞുങ്ങളെ മുഴുവൻ പ്രാർത്ഥിച്ചങ്ങ് വിദേശത്തേക്ക് അയക്കുകയാണ്. അപ്പം കർത്താവ് എന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, ചില നിയോഗങ്ങൾ എനിക്ക് തന്നു. അതുകൊണ്ട് ഈ കുറേ മാസങ്ങളായിട്ട് ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ വളരെ അഭിമാനത്തോടെ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രാജ്യം, ജീവിക്കുവാൻ ഇത്ര നല്ല രാജ്യം, മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും ബെസ്റ്റ് രാജ്യം. അതിൻ്റെ അർത്ഥം മറ്റ് രാജ്യങ്ങൾ മോശമാണെന്നല്ല, എല്ലാ രാജ്യങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട രാജ്യങ്ങളാണ്. ഇഷ്യൂസ് എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പം നമ്മുടെ രാജ്യം മാതൃരാജ്യം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഭിമാനം നമുക്കുണ്ടാകുന്നു. അപ്പം നമ്മുടെ രാജ്യത്തെ സ്നേഹിച്ച്, നമ്മുടെ രാജ്യത്ത് ജീവിച്ച്, ആരോഗ്യം, വിദ്യാഭ്യാസം, അറിവ്, കർത്താവ് നൽകിയിട്ടുള്ള എല്ലാവിധ കൃപകളും ഈ രാജ്യത്ത് സെർവ് ചെയ്യുവാൻ, ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു നിയോഗം എനിക്കുണ്ടായി. അതിനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഇന്ത്യയിൽ, നിങ്ങൾ ലോകത്തിൽ എവിടുമായിരിക്കട്ടെ, നമ്മുടെ രാജ്യത്ത് തന്നെ നിന്ന് ജോലിയോ ബിസിനസ്സോ ചെയ്യുവാൻ ആഗ്രഹിച്ച് അതോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം നാടെങ്ങും പ്രചരിപ്പിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ നിലകളിൽ നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകാൻ പറ്റുമോ? ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സുകൾ ഈ രാജ്യത്ത് ആരംഭിക്കാൻ പറ്റും, ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കൊടുക്കുവാൻ പറ്റും. അങ്ങനെയുള്ള അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള
നിയോഗങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഭിക്കുന്നെങ്കിൽ ദയവായി ഞാനുമായി ബന്ധപ്പെടണം. ധാരാളം കുഞ്ഞുങ്ങൾ കുറെ നാളുകളായി ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യണ്ടേ? ഈ കുഞ്ഞുങ്ങൾക്ക് അവസരം ഉണ്ടായി കൊടുക്കണ്ടേ? അവർക്ക് നല്ല ജീവിത മാർഗങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അവരാരും ഇന്ത്യ വിട്ടു പോവുകയില്ല. അവർ നമ്മുടെ രാജ്യത്ത് നിൽക്കും. അവരുടെ ആയുസ് ഈ രാജ്യത്ത് കർത്താവായ യേശു പറഞ്ഞതുപോലെ ഈ ഇന്ത്യയുടെ ഉപ്പായി, ഇന്ത്യയുടെ വെളിച്ചമായി നമ്മുടെ അടുത്ത തലമുറ നിൽക്കും. ഒരു സംശയവുമില്ല. നമുക്കവരെ പ്രൊമോട്ട് ചെയ്യാം. അവർക്ക് വേണ്ടി അവസരങ്ങൾ ഉണ്ടായി കൊടുക്കാം. ബോംബെയിൽ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ ഞങ്ങൾ വെച്ചു കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ, നിങ്ങൾ നല്ല വിദ്യാഭ്യാസം പ്രാപിച്ചവരായിരിക്കാം, നിങ്ങൾ എന്തും ചെയ്യുവാൻ, കഠിനാധ്വാനം ചെയ്യുവാൻ സമർപ്പണമുള്ളവരായിരിക്കാം. പക്ഷെ അവസരങ്ങളില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ പ്ലീസ് ഞാനുമായി ബന്ധപ്പെട്ടാട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇതൊരു വലിയ മൂവ്മെൻ്റായി മാറട്ടെ. ഇത് ദൈവസഭയ്ക്കും സുവിശേഷീകരണത്തും നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകൾക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടെ നിങ്ങളുടെ എല്ലാവിധമായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു.